നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അത്യന്തം ഗുരുതര സ്വഭാവമുള്ള ചില ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ചത്. മാർച്ച് 9 മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. വിവാഹം കഴിഞ്ഞ വർഷം മുതൽ ഇന്നുവരെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചായിരുന്നു അവർ എടുത്തു പറഞ്ഞത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച മറ്റൊരു സ്ത്രീയോടൊപ്പം അരുതാത്ത സാഹചര്യത്തിൽ ഭർത്താവിനെ കണ്ടു. അതിനെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തതെന്നും പറയുന്നു. എന്നാൽ സംഗതി വിവാദമായി, മാധ്യമങ്ങളിലൂടെ വാർത്തയായി. പിറകെ ഭാര്യയോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചു ഗണേഷ് കുമാർ. മുൻ ഭാര്യ യാമിനി തങ്കച്ചിയുടെ പരാതിയെ തുടർന്നൊരിക്കൽ മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാർ സമാനമായി മറ്റൊരു സാഹചര്യത്തിൽ വീണ്ടും അതിനായി മുതിർന്നേക്കുമെന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ ഉയർന്നു കേട്ടു. അതിനെ പാടെ തച്ചു തകർത്ത് രാജിയില്ല, താൻ ഇനിയും മന്ത്രിയാണ്, താൻ ഇനിയും പത്നാപുരത്ത് മത്സരിക്കുമെന്ന രീതിയിൽ ഗണേഷ് കുമാർ പ്രഖ്യാപനങ്ങൾ നടത്തി. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതിനു മുൻപ് ലൈംഗിക ആരോപണ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതിസന്ധിയിലായ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ അവസരം നന്നായി തന്നെ ഒന്ന് മുതലെടുത്തു. കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാറിനെ കണക്കിന് തന്നെയായിരുന്നു പൊതിരെ തല്ലിയത്. എന്നാൽ ആ തല്ലലിന് പിന്നാലെ രാഹുലിനുള്ള പണി കൂടി അണിയറയിൽ ബാക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ മറന്നിട്ടുണ്ടാകും. അത്തരത്തിലൊരു പണി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ ജാമ്യ വ്യവസ്ഥ അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത കോടതിയിൽ എത്തിയതും അതിനെക്കുറിച്ചുള്ള വാർത്തയും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. സമാന കേസുകളിൽ പ്രതിയായിട്ടുള്ളതാണ്. ഒരു പോക്സോ കേസ് അടക്കം ഇയാൾക്ക് മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ അടക്കം ഇയാൾ ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു കേട്ടതാണ്. ഇതിന് പിറകെയാണ് ഇപ്പോൾ രാഹുലിൻ്റെ രണ്ടാമത്തെ പീഡന പരാതി കൊടുത്ത ബംഗളൂരു സ്വദേശിനിയായ യുവതി രാഹുലിൻ്റെ ജാമ്യ വ്യവസ്ഥ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാഹുൽ തന്നെ ബന്ധപ്പെടാൻ ഭയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നത്. കേസിൽ രാഹുലിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയുടെ പ്രാരംഭവാദത്തിലാണ് ഈ പ്രോസിക്യൂട്ടർ കല്ലമ്പള്ളി മനു ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പരാതിക്കാരിയെ ബന്ധപ്പെടരുത്, പരാതിക്കാരിയെ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തരുത് എന്നൊക്കെ തന്നെ കർശന ഉപാധി മുന്നോട്ട് വയ്ക്കുമ്പോൾ പരാതിക്കാരിയെ ഭയപ്പെടുത്തി കേസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചെന്നും അതായിരുന്നു ലക്ഷ്യമെന്നുമാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. ക്രൂരമായി പീഡനത്തിനിരയാക്കപ്പെട്ട പെൺകുട്ടി രാഹുലിനെ ഭയന്ന് KPCCയിൽ അന്ന് പരാതി കൊടുത്തതാണ്. രാഹുൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് മാത്രമല്ല, കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ പറയുന്നു. അവിവാഹിതയായ 21-കാരിയെ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി നിരവധി തവണയായിരുന്നു ഇയാൾ ബലാത്സംഗം ചെയ്തതായി ആരോപിക്കുന്നത്. ശാരീരിക മുറിവുകൾ ഏൽപ്പിച്ചു എന്നുള്ള ഗുരുതരമായ കേസിൽ ഇരയെ ബന്ധപ്പെടാൻ പാടില്ലെന്ന കർശന വ്യവസ്ഥയോടെ ജാമ്യം കൊടുത്തിട്ട് പോലും അതിനെ ധിക്കരിക്കുകയാണ് രാഹുൽ ചെയ്തത്. ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകിയിരുന്ന 5ാമത്തെ വ്യവസ്ഥയാണ് പ്രതി ലംഘിച്ചത്. അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഈ കേസ് പരിഗണിക്കുന്നത്. നെടുമങ്ങാട് കോടതിയിലാകട്ടെ രഹസ്യമൊഴി കൊടുത്തതിന് പിന്നാലെ ഫെബ്രുവരി 17 രാഹുൽ വാട്സപ്പ് കോൾ ചെയ്തെന്നാണ് യുവതി പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയുമായി തന്നെയാണ് സംഘം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ കേസ് ഇന്ന് വീണ്ടും പൊങ്ങി വരുമ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്ര എളുപ്പത്തിൽ ഗണേഷ് കുമാർ ഊരിപ്പോകാമെന്ന് കരുതേണ്ട എന്ന് തന്നെയാണ് രാഹുലും അതോടൊപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും കരുതുന്നത്. ഗണേഷ് കുമാർ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചതിനുള്ള കൂലിയാണ് ഗണേഷ് കുമാറിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്നത്. ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത് വന്ന വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് MLA ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തന്നെക്കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിട്ടുള്ള R. ബാലകൃഷ്ണപിള്ളയ്ക്കാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നായിരുന്നു. ബലാത്സംഗ കേസിൽ തന്നെ പാലക്കാട് ഹോട്ടൽ വളഞ്ഞ് SIT കസ്റ്റഡിയിലെടുത്ത കാര്യമടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കൂട്ടത്തിൽ പരാമർശിച്ചു. ഊരും പേരുമില്ലാത്ത, ആരുടേതെന്ന് പോലും അറിയാത്ത ഇമെയിലിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ SIT രൂപീകരിച്ച് ഒരു ഹോട്ടൽ വളഞ്ഞ് ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ എപ്പോഴാണ് പോലീസിനെ അയക്കുന്നതെന്നാണ് മാങ്കൂട്ടത്തിൽ പരിഹസിച്ചത്. ഗണേഷ് കുമാർ നിരന്തരമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന സ്ഥിരം കുറ്റവാളിയായി മാറുന്നു. അദ്ദേഹത്തിനെതിരെ ഭാര്യ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും 112 വിളിച്ചിട്ടും ആ പരാതിക്ക് എന്ത് പരിഹാരമുണ്ടായി എന്ന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. തൻ്റെ ഫോൺ ഗണേഷ് കുമാർ ചോർത്തിക്കൊണ്ടിരിക്കുന്നെന്നാണ് ഭാര്യ പരാതി പറഞ്ഞിട്ടുള്ളത്. അധികാര ദുർവിനിയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
ഗണേഷ് കുമാറിന്റെ പ്രണയത്തിൽ ഇടപെടുന്നില്ലെന്നും, എന്നാൽ അവിടെ ഒരു ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗണേഷ് കുമാർ പറയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത്. എല്ലാവരും വിശ്വാസത്തോടെ കാണുന്ന ഒരു ബിംബത്തെ ഞാൻ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് ഗണേഷ് കുമാർ പറയണം. തന്നെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തുവെന്ന ഭാര്യയുടെ ആരോപണത്തിൽ എന്ത് നടപടിയാണ് എടുത്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇക്കാര്യങ്ങളിലൊന്നും തന്നെ മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇതിനിടയിൽ ഈ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറല്ല, മുഖ്യമന്ത്രിയാണ് ഇവിടെ നാണം കെട്ട് പിന്നോട്ട് പോയതെന്നും അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള കപ്പിനി മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടരുതെന്നാണ് വി ഡി സതീശൻ പരിഹസിക്കുന്നത്. അതായിരിക്കും ഇനി UDFന്റെ പ്രചാരണ ചിത്രം. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. അതിൽ പോലീസ് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളേറെ. സംഭവത്തിൽ കേസെടുക്കണം, ഗണേഷിന്റെ രാജിയും ചോദിച്ചു വാങ്ങണം. അതൊന്നും ചെയ്തില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരോപണം ഉയർന്നപ്പോൾ ഗണേഷ് കുമാറിന്റെ രാജി പിണറായി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിയും CPM-ഉം തുറന്നു കാട്ടപ്പെട്ടു. കോൺഗ്രസിന്റെ പ്രവൃത്തിയും വാക്കും ഒന്നാണെന്ന് പറഞ്ഞ സതീശൻ കുറ്റം നടന്നെന്നറിഞ്ഞാൽ പോലീസ് ചെയ്യേണ്ടത് എന്താണെന്ന ചോദ്യവും ഉയർത്തി. മന്ത്രി ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടെന്ന ഭാര്യയുടെ വെളിപ്പെടുത്തൽ അങ്ങനെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ അവസാനിച്ചിരിക്കുന്നത്. ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയെങ്കിലും ബിന്ദു മേനോനെ വിളിച്ച് ക്ഷമാപണം നടത്തിയ പ്രശ്നങ്ങൾ ഗണേഷ് കുമാർ അതിന് മുന്നേ തന്നെ ഒത്തുതീർപ്പാക്കി. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിക്കുമ്പോഴും അതിനെ ശക്തമായി നേരിട്ട് കൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് നടപടി വേഗത്തിലാക്കിയ സർക്കാർ ഗണേഷിന്റെ വിഷയത്തിൽ എന്ത് ചെയ്തെന്ന ചോദ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്താനാണ് പ്രതിപക്ഷം തീരുമാനിക്കുന്നത്. പത്തനാപുരത്ത് ഗണേഷിന്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോഴൊക്കെ ഇടതു നിലപാട് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത ഇൻസ്. What?